Hello friends, welcome to Zeal to Know. അപ്പോൾ Zeal to Knowയുടെ നമ്മുടെ CPCയുടെ എപ്പിസോഡുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ CPCയുടെ എപ്പിസോഡ് വരാൻ ഇച്ചിരി ലാഗായി പോയി. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയാണ് നമ്മൾ ലാസ്റ്റ് ഇട്ടത്. ഐ എം റിയലി സോറി. അപ്പോൾ ഇന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ട്യൂട്ടോറിയൽ. മാക്സിമം ഞാൻ ക്ലാസ്സസ് തരാൻ ശ്രമിക്കാം. ഇച്ചിരി ബിസി ആയി പോയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഏതാ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്? ICD. അപ്പോൾ ICDയുടെ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചാപ്റ്റേഴ്സിൻ്റെ കീ ഗൈഡ് ലൈൻസ് മാത്രമേ തരുന്നുള്ളൂ. ബാക്കി ചാപ്റ്റേഴ്സ് നിങ്ങൾ വായിക്കണം. ഓക്കെ, കീ ഗൈഡ് ലൈൻസ് ഞാൻ തരുന്നുണ്ടെങ്കിലും എല്ലാ ഒരു പോർഷനും ഞാൻ മാക്സിമം കവർ ചെയ്ത് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, കവർ ചെയ്ത് പോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ വായിക്കണം. വായിച്ചിട്ട് ഓരോ കോഡ്സും ഇങ്ങനെ എടുക്കാൻ ശ്രമിക്കണം. ഓൾറൈറ്റ്, സോ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലൊക്കെ കിടക്കാം. ചാപ്റ്ററിൻ്റെ പേരാണ് ഗ്ലൂക്കോമ. അപ്പോൾ ഗ്ലൂക്കോമ എന്തിനെ ബാധിക്കുന്നതാണ്? ഐനെ. ഓക്കെ, ഐയുടെ ഒരു ബ്ലൈൻഡ്നെസ്സിനെ കാണിക്കുന്നതാണ് നമ്മൾ ഗ്ലൂക്കോമ. ഒത്തിരി ടൈപ്സ് ഓഫ് ഗ്ലൂക്കോമ ഉണ്ടെന്ന് അറിയാമല്ലോ. സോ ടൈപ്പ് ഓഫ് ഗ്ലൂക്കോമ ഉള്ളതുപോലെ തന്നെ നമുക്കുള്ളൊരു വേറെ കാര്യമാണ് സ്റ്റേജ് ഓഫ് ഗ്ലൂക്കോമ. ഓക്കെ, ഗ്ലൂക്കോമ എത്രാമത്തെ സ്റ്റേജാണ്, എന്ത് സ്റ്റേജ് ആണെന്നുള്ളത് നമ്മളത് ഡിറ്റർമൈൻ ചെയ്യണം. നമ്മൾ ഗ്ലൂക്കോമയുടെ ഡോക്ടർ ഏത് കോഡ് ഡോക്യുമെൻറ്റ് ചെയ്താലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഏത് സ്റ്റേജ് ആണെന്നുള്ളത് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മളായിട്ട് ചെയ്യേണ്ട, ഡോക്ടർ ഡോക്യുമെൻറ്റ് ചെയ്യണം ഏത് സ്റ്റേജ് ആണെന്ന്. ഓൾ റൈറ്റ്, ഓക്കെ. സോ നമുക്ക് ഏതൊക്കെ സ്റ്റേജസ് ഉണ്ട്? ഒന്ന് സീറോ എന്നുള്ള നമ്പർ കാണിക്കുന്നത്. ഇത് വരുന്ന നമ്മുടെ 7th ക്യാരക്ടർ കോഡാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു നമ്മുടെ കോഡെന്ന് പറയുന്നത് 3 മുതൽ 7 വരെയുള്ള ആ ലെങ്ത്ത് വരാമെന്ന് പറഞ്ഞില്ലേ? 3 കോഡ്സ് മുതൽ 3 കോഡ്സിനെ പറയുന്നത് ക്യാരക്ടർ കോഡ്. ഓക്കെ, കാറ്റഗറി കോഡ്. അപ്പോൾ കാറ്റഗറി കോഡും അതുപോലെ അത് 7 വരെ നമുക്ക് നീളാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 7 കോഡ്സ് വരുന്ന ഒരു കാറ്റഗറിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്, ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. ഓൾ റൈറ്റ്, സോ ഈ 7th കോഡ് എന്ന് പറയുന്നത് ഇവിടെ കാണിക്കുന്ന എന്തിനെയാണ്? സ്റ്റേജിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, സ്റ്റേജിനെ കാണിക്കാനാണ് ഇവിടെ 7th കോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കോഡ് അല്ലെങ്കിൽ നമുക്ക് സ്റ്റേജസ് എന്താണെന്ന് ആദ്യം പറയാം. സോ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 0. നമ്മൾ നമ്പർ 0 എന്ന് പറയുന്നത് അൺസ്പെസിഫൈഡ് സ്റ്റേജാണ്. എന്ന് വെച്ചാൽ എന്തായിരുന്നു? യെസ്, നമ്മൾക്ക് ഡോക്യുമെൻറ്റേഷൻ തന്നിട്ടില്ല. ഓക്കെ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഈ പേഷ്യൻ്റ് ഗ്ലൂക്കോമയാണ് അല്ലെങ്കിൽ പല കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ സ്റ്റേജ് ഇവിടെ ഡോക്ടർ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? അൺസ്പെസിഫൈഡ് യെസ് എഴുതാം. ഓൾ റൈറ്റ്, ഇനി അടുത്തത് ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ മൈൽഡ് സ്റ്റേജ് എന്ന് പറയാം. 1 എന്നുള്ള നമ്പർ മൈൽഡ് സ്റ്റേജ്, 2 എന്നുള്ള നമ്പർ മോഡറേറ്റ് സ്റ്റേജ്, 3 എന്നുള്ള നമ്പർ സിവിയർ സ്റ്റേജ്, ആൻഡ് 4th വൺ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിനൊരു പ്രശ്നമുണ്ട്. അത് നമുക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, നമ്മുടെ ചാപ്റ്റർ വൈസ് തുടങ്ങും പറഞ്ഞുതരാം. അപ്പം എന്തിനാണെന്ന് മനസ്സിലായല്ലോ? 7th ക്യാരക്ടർ കോഡ് കൊടുക്കാൻ പറഞ്ഞാൽ അതിനർത്ഥം ഇത് നമ്മുടെ സ്റ്റേജ് കാണിക്കാനുള്ള ഒരു കോഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഓൾ റൈറ്റ്, സോ ലെറ്റ് us സ്റ്റാർട്ട്. യെസ്, സോ ഫസ്റ്റ് വൺ ബൈലാറ്ററൽ ഗ്ലൂക്കോമ. ഓക്കെ, ബൈലാറ്ററൽ ഗ്ലൂക്കോമ ആണ് വിത്ത് സെയിം ടൈപ്പും സെയിം സ്റ്റേജും. ഫസ്റ്റ് എന്താണ്? ബൈലാറ്ററൽ ഗ്ലൂക്കോമ വിത്ത് സെയിം സ്റ്റേജും സെയിം ടൈപ്പും. അങ്ങനെയാണ്. അപ്പോൾ ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ? ലാറ്ററാലിറ്റി എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ? യെസ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. സോ ബൈലാറ്ററൽ ആണ് എന്ന് വെച്ചാൽ 2 കണ്ണിലും ഗ്ലൂക്കോമയാണ്, സ്റ്റേജും സെയിം ആണ്, അതേപോലെ തന്നെ എന്തും സെയിം ആണ്? യെസ്, സ്റ്റേജും സെയിം ആണ്, ടൈപ്പും സെയിം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കോമ്പിനേഷൻ കോഡ് ഓർക്കുന്നുണ്ടോ? അപ്പോൾ കോമ്പിനേഷൻ കോഡ് ഉണ്ടെങ്കിൽ നമുക്ക് കോമ്പിനേഷൻ കോഡ് ഉണ്ടാവും. ഓക്കെ, ബൈലാറ്ററൽ കോഡ് ഉണ്ടെങ്കിൽ ആ ബൈലാറ്ററൽ കോഡ് നിങ്ങൾ ഡയറക്റ്റ് അങ്ങ് കൊടുക്കുക. കാരണം ഇവിടെ വ്യത്യാസമൊന്നുമില്ല. 2 കണ്ണിനും സ്റ്റേജ് ഒരേ സ്റ്റേജ്, 2 കണ്ണിനും ഒരേ ടൈപ്പ് ഓഫ് ഗ്ലൂക്കോമ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യെസ് ബൈലാറ്ററൽ കോഡ് കൊടുത്ത് ആ കോഡിനെ ഒഴിവാക്കാം. ഓൾ റൈറ്റ്, ഇനി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ സെയിം സ്റ്റേജ് ആയിരിക്കും, സെയിം ടൈപ്പും ആയിരിക്കും, പക്ഷേ ഇവിടെ ബൈലാറ്ററൽ കോഡില്ല. ഓക്കെ, ബൈലാറ്ററലി ഒരു കോഡില്ല. ഓൾ റൈറ്റ്, സെയിം ടൈപ്പ് ആൻഡ് സെയിം സ്റ്റേജ് ക്ലാസിഫിക്കേഷനാണ്, ബട്ട് ഡസ് നോട്ട് പ്രൊവൈഡ് എ കോഡ് ഫോർ ഗ്ലൂക്കോമ. ഓക്കെ, ബൈലാറ്ററൽ ഗ്ലൂക്കോമ ആണെന്ന് ഇല്ല, കോഡില്ല. ഞാൻ പറഞ്ഞു കോമ്പിനേഷൻ കോഡ് ഉണ്ടെങ്കിൽ കോമ്പിനേഷൻ കോഡ് ഇടാം. ഇപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഗ്ലൂക്കോമ ടൈപ്പ് ഓഫ് ഗ്ലൂക്കോമ കോഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് 7th ക്യാരക്ടർ അല്ലെങ്കിൽ സ്റ്റേജ് ഏതാണോ വരുന്നത് അത് കോഡ് ചെയ്യാം.
എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം, അത് ആ കോഡ്സ് പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതൊരു വർക്കൗട്ടായിട്ടും ഇരിക്കട്ടെ. അപ്പം ആ കോഡ്സ് നിങ്ങൾ പോയി നോക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. എച്ച് അറിയാതെ ഹോട്ടലിൻ്റെ എച്ച്. ഓക്കെ, എച്ച് കോഡ്സാണ് നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പം H40 എന്നുള്ള ആ ഒരു കാറ്റഗറിയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം H40.10, H40.11, H40.20 ഈ 3 എക്സാമ്പിൾസ് ആട്ടോ. പോയി നോക്കുമ്പോൾ നമുക്കറിയാമോ ബൈലാറ്ററൽ കോഡ്സ് ഇല്ല. ഓക്കെ, അങ്ങനെയുള്ള കേസസ് നമ്മൾ എങ്ങനെ കോഡ് ചെയ്യും? ടൈപ്പ് ഓഫ് ഗ്ലൂക്കോമ കോഡ് ചെയ്യും, പിന്നെ നമ്മുടെ 7th സ്റ്റേജ് കോഡ് ചെയ്യും. ഓൾറൈറ്റ്, ഗുഡ്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബൈലാറ്ററൽ ഗ്ലൂക്കോമ ആണ്. ഓക്കെ, ബൈലാറ്ററൽ ഗ്ലൂക്കോമ വിത്ത് ഡിഫറെൻറ്റ് സ്റ്റേജും ഡിഫറെൻറ്റ് ടൈപ്പും ആകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഒരു കേസ് വന്നിരിക്കുന്നത്. സ്റ്റേജും ഡിഫറെൻ്റ് ആണ്, ടൈപ്പും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഡിസ്റ്റിങ്വിഷസ് ലാറ്ററാലിറ്റി എന്ന് വെച്ചാൽ പറയുന്നുണ്ട്. ഇപ്പോൾ ബൈലാറ്ററൽ ആണെന്നൊന്നും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ബൈലാറ്ററൽ ഉണ്ട് താനും. പക്ഷെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ഡിസ്റ്റിങ്വിഷസ് ലാറ്ററാലിറ്റി എന്ന് വെച്ചാൽ ലാറ്ററാലിറ്റി പറയുന്നുണ്ട്. റൈറ്റ് ഐക്ക് ഇന്ന പ്രോബ്ലം ഉണ്ട്, ഇന്ന സ്റ്റേജിലാണ്. ലെഫ്റ്റ് ഐക്ക് ഇന്ന പ്രോബ്ലം ഉണ്ട്, ഇന്ന സ്റ്റേജിലാണ്. ഓൾറെഡി ഈ സംഭവങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്നും ചെയ്യണ്ട. കോഡ് ഫോർ ഈച്ച് ഐ, ഓരോ കോഡ് ഈ നമ്മുടെ ഓരോ കണ്ണിനനുസരിച്ച്. ഇപ്പോൾ റൈറ്റ് ഐക്കാണ് ഏത് സ്റ്റേജ്, ഇപ്പോൾ ഒരു മോഡറേറ്റ് സ്റ്റേജ് എങ്കിൽ റൈറ്റ് ഐക്ക് മോഡറേറ്റ് സ്റ്റേജ് കോഡ് ചെയ്യാം. ഓക്കെ, ഇനി ലെഫ്റ്റ് ഐക്കാണെങ്കിൽ ഇപ്പോൾ മൈൽഡ് സ്റ്റേജേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ മൈൽഡ് സ്റ്റേജ് കോഡ് ചെയ്യാം. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് രണ്ടിനും രണ്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് കോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, ബൈലാറ്ററൽ കോഡ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് കോഡ് ചെയ്യുക. ഓരോ കണ്ണിന് എന്താ പ്രശ്നം അതനുസരിച്ച് കോഡ് ചെയ്യാം. ഓൾറൈറ്റ്, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഡസ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ലാറ്ററാലിറ്റി. അപ്പോൾ ലാറ്ററാലിറ്റി പറയുന്നില്ല. അപ്പോൾ ലാറ്ററാലിറ്റി പറയുന്നില്ല എന്നുള്ള കേസാണ് ഇപ്പോൾ ഇനി അടുത്തുള്ളതെന്ന് വെച്ചാൽ. അപ്പോൾ ലാറ്ററാലിറ്റി പറയുന്നില്ല, നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഒരു കോഡ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ടൈപ്പ് നമുക്കറിയാമല്ലോ. ടൈപ്പ് വെച്ച് നമ്മൾ ഒരു കോഡ് ചെയ്യുക. ഓക്കെ, പ്ലസ് സ്റ്റേജും കൂടെ ചെയ്തേക്കാം. ഓക്കെ, മനസ്സിലായോ? അപ്രോപ്രിയേറ്റ് 7 ഡിജിറ്റ് കോഡ്. ഇപ്പോൾ റൈറ്റിനാണെങ്കിലും ലെഫ്റ്റിനാണെങ്കിലും നമുക്ക് ടൈപ്പ് അറിയാം. ഓക്കെ, നമുക്ക് സ്റ്റേജ് അറിയാം. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ മാത്രം. ഇപ്പം ലാറ്ററാലിറ്റി അവർ കറക്റ്റായിട്ട് പറയുന്നില്ല, ബൈലാറ്ററൽ ആണോ അല്ലെങ്കിൽ ഒരു കണ്ണിനാണോ. അപ്പോൾ ഒരു കോഡ് ചെയ്തിട്ട് ആ സ്റ്റേജ് അങ്ങ് ഡിസ്റ്റിങ്വിഷ് ചെയ്തേക്കാം. ഓക്കെ, ഇനി അടുത്ത വരുന്നതെന്ന് വെച്ചാൽ പേഷ്യൻ്റ് വിത്ത് ബൈലാറ്ററൽ ഗ്ലൂക്കോമ സെയിം ടൈപ്പ് ബട്ട് ഡിഫറെൻറ്റ് സ്റ്റേജ് ആൻഡ് ദ ക്ലാസിഫിക്കേഷൻ ഡസ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ലാറ്ററാലിറ്റി. ഓക്കെ, അപ്പം ഒന്നും പറയുന്നില്ല. സെയിം ടൈപ്പാണ്, ഡിഫറെൻറ്റ് സ്റ്റേജ് ആണ്. ഓക്കെ, സെയിം ടൈപ്പ് ഡിഫറെൻറ്റ് സ്റ്റേജ്, പക്ഷെ ലാറ്ററാലിറ്റി ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈച്ച് ഐക്ക് കോഡ് ചെയ്യുക ടൈപ്പ് ഓഫ് ലാറ്ററാലിറ്റി, ടൈപ്പ് ഓഫ് സ്റ്റേജ്. ഓക്കെ, അപ്പം സ്റ്റേജും ലാറ്ററാലിറ്റി മാറി എന്നല്ല, ഈച്ച് കോഡ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ടെൻഷനില്ല. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾക്ക് 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നില്ല, ലാറ്ററാലിറ്റി ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെ കോഡ് ചെയ്യാം, ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ കോഡ് ചെയ്യാം. അതേപോലെ തന്നെ സെയിം സ്റ്റേജും സെയിം ടൈപ്പും ആണ്, പക്ഷേ ഇവിടെ ലാറ്ററാലിറ്റി ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെ കോഡ് ചെയ്യാം. അങ്ങനെയാണ് നമ്മുടെ 3 ക്യാരക്ടർ വന്നേക്കുന്നത്. ഓൾറൈറ്റ്, ഓക്കെ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഓക്കെ, ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഈ ഗ്ലൂക്കോമയുടെ കേസിനാണ് അഡ്മിറ്റ് അയക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റേജ് ഇന്നിപ്പോൾ ഞാൻ എന്നെ അഡ്മിറ്റ് ചെയ്തേക്കുന്നത് മൈൽഡ് സ്റ്റേജായിട്ടുമാണ് ഞാൻ അഡ്മിറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ എൻ്റെ സ്റ്റേജ് കുറച്ചുകൂടി ഇവോൾവായി, ഒന്നുകിൽ താഴോട്ടോ ഒന്നുകിൽ മേലോട്ടോ അല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ഇവോൾവായി മോഡറേറ്റ് സ്റ്റേജായി. ഓൾറൈറ്റ്, അങ്ങനെ ഒരു കേസ് വന്നാൽ ഹയസ്റ്റ് സ്റ്റേജ് ഏതാണോ അത് കോഡ് ചെയ്യുക. ഓൾറൈറ്റ്, ഇങ്ങനെയാണ് നമ്മൾ പണ്ടും ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ സിവിയറിറ്റി ആണ് നമ്മൾ കോഡ് ചെയ്യുന്നതെന്ന്. അതേപോലെ തന്നെ ഉള്ളൂ. ഓക്കെ, സോ ഇന്നിപ്പോൾ പേഷ്യൻ്റ് വന്നിരിക്കുന്നു, ഇവോൾവ് ചെയ്തു, ചിലപ്പോൾ ചെറുതാവാം വലുതാവാം. ഓക്കെ, ഇപ്പോൾ മോഡറേറ്റ് സ്റ്റേജിലുണ്ടായിരുന്ന ഒരാൾക്ക് ചികിത്സയിലൂടെ മൈൽഡ് സ്റ്റേജ് ആയെങ്കിൽ വിച്ച് ഈസ് ദ ഹയസ്റ്റ് വൺ മോഡറേറ്റ് അത് കോഡ് ചെയ്യാം. ഇപ്പോൾ കുറഞ്ഞെന്ന് പറഞ്ഞാലും കൂടിയെന്ന് പറഞ്ഞാലും ഏതാണോ ഹയസ്റ്റ് അത് വേണം. ഇപ്പോൾ കുറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ കുറഞ്ഞത് ചെയ്യരുത്, ഹയസ്റ്റ് ഏതായിരുന്നോ സ്റ്റേജ്
അത് കോഡ് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമ്മൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചോദിക്കും. ഇങ്ങനെ ഇപ്പം പേഷ്യൻ്റ് ഇന്ന് വന്നു, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു, അല്ലെങ്കിൽ അഡ്മിഷന് വന്നു, പേഷ്യൻ്റ് അഡ്മിഷനിലാണ്, ഗ്ലൂക്കോമ ഉള്ള പേഷ്യൻ്റാണ്, സിവിയർ സ്റ്റേജുമായിട്ട് വന്നതാണ്. അപ്പം പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഭാഗമായിട്ട് പേഷ്യൻ്റ് ഇവോൾവ് ചെയ്ത് പിന്നെ സിവിയർ മാറി മോഡറേറ്റ് സ്റ്റേജിലോട്ടായി. അപ്പോൾ നമ്മൾ എന്ത് കോഡ് ചെയ്യും? നമ്മൾ ഓർക്കും സിവിയർ മാറി മോഡറേറ്റ് സ്റ്റേജ് ആയല്ലോ, അപ്പോൾ പേഷ്യൻ്റ് ഇപ്പോൾ ഏതാ മോഡറേറ്റ് സ്റ്റേജ്, അപ്പോൾ അത് കോഡ് ചെയ്യാമെന്ന്. നോ. അഡ്മിഷൻ ടൈമിൽ ഏതായിരുന്നു? സിവിയർ. ഏതായിരുന്നു നമ്മളുടെ ഈ 2 കേസസിൽ ഏതാ ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രി? സിവിയറിന്. അപ്പോൾ സിവിയർ വേണം അവിടെ കോഡ് ചെയ്യാൻ. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഒരിക്കലും വരരുത്. ഓക്കെ, അങ്ങനെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓൾറൈറ്റ്. ഇപ്പോൾ കുറഞ്ഞാലും കൂടിയാലും ഏതാണോ ഹയസ്റ്റ്, ഏതാണോ പീക്ക്, അതാണ് കോഡ് ചെയ്യാൻ. ഓൾറൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ഗ്ലൂക്കോമ. ഓക്കെ, ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ഗ്ലൂക്കോമ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ 7th ക്യാരക്ടർ കോഡിനാണ് പ്രാധാന്യം. ഓക്കെ, ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു സ്റ്റേജസ് ഏതൊക്കെയായിരുന്നു? അൺസ്പെസിഫൈഡ്, മൈൽഡ്, ഓക്കെ, മോഡറേറ്റ്, സിവിയർ, ഇൻ്റർമീഡിയറ്റ്. ഇൻ്റർമീഡിയറ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല അവിടെ ചില പ്രശ്നമുണ്ടെന്ന്. അവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ 4 ആട്ടോ, നമ്പർ 4 ആണ്. അതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അത് കോഡ് ചെയ്യണമെങ്കിൽ, ഇൻ്റർമീഡിയറ്റ് കോഡ് ചെയ്യണമെങ്കിൽ അത് നമ്മുടെ ഡോക്യുമെൻറ്റേഷനിൽ കാണണം. ഓൾറൈറ്റ്. ഇൻ്റർമീഡിയറ്റ് നമുക്ക് കോഡ് ചെയ്യണമെങ്കിൽ അത് നമ്മുടെ ഡോക്യുമെൻറ്റേഷനിൽ കാണണം. ബിക്കോസ് എന്ന് വെച്ചാൽ നമുക്ക് ക്ലിനിക്കലി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ഓക്കെ, ക്ലിനിക്കലി ഡോക്ടറിന് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് അത് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജായിട്ട് മാറിയേക്കുന്നത്. ഓക്കെ, പേഷ്യൻ്റ് ഗ്ലൂക്കോമ ഉണ്ട്, ആ കണ്ടീഷനും ഒക്കെ ഉണ്ട്. ഓൾറൈറ്റ്. അപ്പോൾ ഇപ്പം ഞാൻ ഡോക്യുമെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇൻ്റർമീഡിയറ്റ് ആണെങ്കിൽ ഐ ക്യാൻ കോഡ് ഡയറക്റ്റ്ലി ഇൻ്റർമീഡിയറ്റ്. ഓക്കെ, ഇപ്പം ക്ലിനിക്കലി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമുക്ക് ഇൻ്റർമീഡിയറ്റ് കോഡ് ചെയ്യാം. പക്ഷേ അപ്പോൾ ഒരു 0 അൺസ്പെസിഫൈഡ് കിടപ്പുണ്ടല്ലോ, എന്ത് ചെയ്യും? സോ അൺസ്പെസിഫൈഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു, സ്പെസിഫൈ ചെയ്തിട്ടില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അൺസ്പെസിഫൈഡ് കോഡ്. എന്ന് വെച്ചാൽ ക്ലിനിക്കലി ഒന്നും അത് ഡിറ്റർമൈനോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, അൺസ്പെസിഫൈഡ് ആണ്, ഒന്നും തന്നിട്ടില്ല. ഇപ്പം ഡോക്യുമെൻറ്റേഷനോ ഒന്നും തന്നിട്ടില്ല, നമ്മൾ ഡോക്യുമെൻറ്റേഷൻ നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, ഇതിൽ സത്യം പറഞ്ഞാൽ അത്രേ ഉള്ളൂ കേസ്. നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ എന്ത് സ്പെസിഫൈ ചെയ്തിട്ടില്ലയോ അതിനെ നമുക്ക് അൺസ്പെസിഫൈഡ് ആയിട്ട് കോഡ് ചെയ്യാം. ഓക്കെ, അൺസ്പെസിഫൈഡ്, that means it's not specified in our document. All right, so if it is specified in the document but it is not clinically indicated, അങ്ങനെയാണെങ്കിൽ we can do 4, ആ നമ്പർ 4 എന്നുള്ളത് കോഡ് ചെയ്യാം. that is our intermediate code. alright, അപ്പോൾ സ്റ്റേജ് മനസ്സിലായോ? alright, ഇനി നമുക്ക് വരുന്ന ഒരു പോർഷൻ അല്ലെങ്കിൽ ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ബ്ലൈൻഡ്നെസ് ആണ്. ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ വിഷ്വൽ ഇമ്പയർമെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയാം, ലോ വിഷൻ, ഇതൊക്കെ പറയത്തില്ലേ, ഇതൊക്കെ തന്നെ നമ്മുടെ ബ്ലൈൻഡ്നെസ് ആണ്. അപ്പം ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ബ്ലൈൻഡ്നെസ് നമുക്ക് 3 കോഡ്സാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് കോഡെന്ന് പറയുന്നത് H54.3. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം 2 കണ്ണിനും ബ്ലൈൻഡ്നെസ് ഉണ്ട്, പക്ഷേ വിഷ്വൽ ഇമ്പയർമെൻ്റ് കാറ്റഗറി തന്നിട്ടില്ല. ഓൾറൈറ്റ്, 2 കണ്ണിനും ബ്ലൈൻഡ്നെസ് ഉണ്ട്, പക്ഷേ വിഷ്വൽ ഇമ്പയർമെൻറ്റിൻ്റെ ആ ഒരു ഇത് തന്നിട്ടില്ല. ഓൾറൈറ്റ്, ആ ഒരു വിഷ്വൽ ഇമ്പയർമെൻറ്റിൻ്റെ ഡോക്യുമെൻറ്റേഷൻ തന്നിട്ടില്ല. അങ്ങനെയാണ് നമുക്ക് H54.3 എന്ന് പറയുന്നത് അൺക്വാളിഫൈഡ് വിഷ്വൽ ലോസ് ബോത്ത് ഐസ്. 2 ഐസിലും ഉണ്ട് കേട്ടോ, അത് ഓർത്തോണേ, ഞാൻ മറന്നു പോയതാണ്, കീ പോയിൻ്റാണ്. ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ ലോ വിഷൻ 2 കണ്ണിലും ഉണ്ട്, പക്ഷേ വിഷ്വൽ ഇമ്പയർമെൻറ്റ് കാറ്റഗറി ആണ് തന്നിട്ടില്ല. ഏത് കാറ്റഗറിയാണ് തന്നിട്ടില്ല. സോ വി വിൽ കോൾ ലൈക്ക് H54.3. ഇനി ബ്ലൈൻഡ്നെസ് ഉണ്ട് അല്ലെങ്കിൽ ലോ വിഷൻ ഉണ്ട്, വിഷ്വൽ ഇമ്പയർമെൻറ്റ് കാറ്റഗറി തന്നിട്ടില്ല, 1 കണ്ണിനേ ഉള്ളൂ. ഓൾറൈറ്റ്, 1 ഐ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ബോത്ത് ഐ ആണ്, ഇവിടെ നമുക്ക് പറയാനുള്ളത് സെക്കൻഡ് അല്ലെങ്കിൽ 1 ഐക്കേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ H54.6 കാറ്റഗറിന്ന് നമുക്ക് കോഡ് ചെയ്യാം. H54.6 കാറ്റഗറി നമുക്ക് കോഡ് ചെയ്യാം. ആ കാറ്റഗറിയാണ് പറഞ്ഞത്, സബ് കാറ്റഗറീസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് അൺക്വാളിഫൈഡ് വിഷ്വൽ ലോസ് ഓഫ് 1 ഐ ആട്ടോ. ഓക്കെ, ഇനി നമുക്ക് ബ്ലൈൻഡ്നെസ്സിലെ ലാസ്റ്റ് പോർഷൻ, ദാറ്റ് ഈസ് നമുക്ക് ബ്ലൈൻഡ്നെസ് ആണ്
പക്ഷേ ഒന്നും തന്നിട്ടില്ല, ഒരു ഇൻഫർമേഷനും ഇല്ല, ബ്ലൈൻഡ്നെസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് നമുക്ക് അൺസ്പെസിഫൈഡ് കോഡല്ലേ. അൺസ്പെസിഫൈഡ് കോഡ് ഏതാ ഇവിടെ? H54.7. H54.7 ആണ് അൺസ്പെസിഫൈഡ് കോഡ്. മനസ്സിലായോ? ഓക്കെ, അപ്പം നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. സമ്മറൈസ് ചെയ്യുമ്പോൾ വേറെ ഒന്നുമില്ല. ബൈലാറ്ററൽ കോഡാണെങ്കിൽ പിന്നെ നമുക്ക് സെയിം സ്റ്റേജ് ആണ്. നമുക്ക് മെയിൻലി ഗ്ലൂക്കോമയിൽ ഓർക്കാനുള്ളത് സ്റ്റേജ് ഏതാണ്, ടൈപ്പ് ഏതാണ്, അതുണ്ടെങ്കിൽ നമുക്ക് കോഡ് ചെയ്യാം. ബൈലാറ്ററലാണ്, രണ്ടും സെയിമും സ്റ്റേജും ആണ്, സെയിം ടൈപ്പും ആണെങ്കിൽ യെസ്, കോഡ് ഡയറക്റ്റ്ലി ബൈലാറ്ററൽ കോഡ് എവിടെയെങ്കിലും കാണും, അതെടുത്ത് കോഡ് ചെയ്യുക. ബൈലാറ്ററൽ കോഡ് അവൈലബിൾ അല്ല എങ്കിൽ മാത്രം സെപ്പറേറ്റ് കോഡ് ചെയ്യുക. ഇൻ കേസ് ഇപ്പം സ്റ്റേജ് വേറെയാണ്, ഡിഫറെൻറ്റ് ടൈപ്പുമാണ്, 2 കണ്ണ് 2 രണ്ടാണ്, അപ്പോൾ നമുക്ക് രണ്ടായിട്ട് കോഡ് ചെയ്യാം. നമുക്ക് ബൈലാറ്ററൽ കോഡ് കൊടുക്കാൻ പറ്റത്തില്ല. ബൈലാറ്ററൽ എന്ന് പറയുമ്പോൾ 2 കണ്ണ് ഒരേപോലെ വന്നാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് നമുക്ക് ചിന്തിച്ചാൽ മതി, മനസ്സിലാവും. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് വായിച്ച് നോക്കുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് നല്ലപോലെ വായിച്ച് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ 2-3 കോഡ്സേ ഉള്ളൂ, ആ കോഡ്സ് ഒന്ന് എഴുതി വെച്ചേക്കുക. അത് വളരെ ചെറിയ ചാപ്റ്ററാണ്. അടുത്ത് നമ്മുടെ ചാപ്റ്റർ ഇയറാണ്, പക്ഷേ ഇയറിന് നമുക്ക് കോഡ്സ് ഇല്ല, ഇയറിന് ഗൈഡ് ലൈൻസ് ഇല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത ചാപ്റ്റർ നെർവസ് സിസ്റ്റം ആയിരിക്കും ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഓൾ റൈറ്റ്, അപ്പോൾ നമുക്ക് ഇയറിന് കോഡ്സ് ഇല്ല. ഓൾ റൈറ്റ്, അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത്? ഇന്ന് ഐയുടെ കാര്യമാണ് പഠിച്ചത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് വീഡിയോ ആണ്, അതുപോലെ തന്നെ വളരെ ഷോർട്ട് ചാപ്റ്ററാണ്. മിസ് ചെയ്യരുത്, ഇതൊക്കെ നമുക്ക് എളുപ്പമുള്ള ചാപ്റ്റേഴ്സാണ്. സോ നമുക്ക് ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് ഒത്തിരി ഒന്നും എടുക്കാനില്ല. അപ്പം ഈ ചാപ്റ്ററിലുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം നമുക്ക് ഒത്തിരി പഠിക്കാനില്ലല്ലോ, ഇല്ല. ഓക്കെ, ടെക്സ്റ്റ് നോക്കുക, വായിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കോഡ്സ് റിഗാർഡിങ്ങോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, H വരെയുള്ള ഏതെങ്കിലും കോഡ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, H വരെയുള്ള അല്ലെങ്കിലും ചോദിക്കാം. ഇങ്ങനെ H വരെയുള്ള ഏതെങ്കിലും കോഡ്സിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക, എന്നാലല്ലേ നിങ്ങൾക്ക് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടും നമ്മൾ പഠിക്കുന്നതിൻ്റെ. ഓക്കെ, CPC പഠിക്കുന്നവരാണെങ്കിലും പഠിച്ചവരാണെങ്കിലും ജസ്റ്റ് ഒരു കണ്ടിന്യൂഷൻ കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും ടച്ചൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, സോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക, അവർക്കൊക്കെ അത്യാവശ്യമുള്ളവർ കാണും. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വേ ഓഫ് ടീച്ചിങ്ങും അതുപോലെ തന്നെ എൻ്റെ കീ പോയിൻറ്റ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ആൾക്ക് സജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ സജസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ അപ്പോൾ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആദ്യം തന്നെ കിട്ടത്തുള്ളൂ. പിന്നെ നമ്മുടെ ബെൽ ബട്ടൺ മറക്കരുത്, കാരണം ബെൽ ബട്ടൺ വന്നാൽ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ കിട്ടും. സോ നിങ്ങൾക്ക് മനസ്സിലാവും, അറ്റ്ലീസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇതിപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇറ്റ് ഈസ് അപ്ലോഡഡ് ഓൾറെഡി, അപ്പോൾ എനിക്കൊന്ന് സമയം കിട്ടുമ്പോൾ പോയി കാണാമല്ലോ. ഓക്കെ, കാണണം, അഭിപ്രായങ്ങളും അറിയിക്കണം കേട്ടോ. സോ ഈ വീഡിയോ ഞാൻ വളരെ ഫാസ്റ്റായിട്ട് എടുത്തെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്, എന്നാലും ഇറ്റ്സ് എ വെരി ഷോർട്ട് വീഡിയോ. സോ ഐ എം എൻജോയിങ് ഇറ്റ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് Zeal to know. അപ്പം ഓൾ ദ ബെസ്റ്റ്, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ.